അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദൽ വിച്ചർപ്രസിലാണ്. പ്രിയപ്പെട്ട ഹബികൾ, ഇന്ന് ഞാൻ എവിടെയെന്ന് അറിയുന്നത് തച്ചനാട്ടുകര പഞ്ചായത്ത്. മനസ്സിലാ? തച്ചനാട്ടുകര പഞ്ചായത്തിൽ പറയുമ്പോൾ അവിടെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെയാണ് തായ്പാപ്പാൻ്റെ മക്കാമ് പാറമ്മല പള്ളി. അതായത് 53 ഇങ്ങനെ വരുന്ന റോഡാണിത്. ഇതിങ്ങനെ പോയാൽ പാലോട്ടുകൾ ചേരും കേട്ടോ. ഇതിങ്ങനെ പാലോട്ടക്ക് നിറയെ വീടുകൾ. ഇവിടെ എവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു 5 സെൻറ്റ് സ്ഥലം പോലും ഒഴിഞ്ഞു കിടക്കണമില്ല. കാരണം എന്താ പറയുക, അത്രയും വീടുകൾ തിങ്ങി നിൽക്കുന്ന ഏരിയയാണ്. തൊട്ട് മുമ്പിലാണ് മദ്രസ, ഓഡിറ്റോറിയം, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. മദ്രസ ഉണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്, ജുമാഅത്ത് പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളും കോളേജുകളും എല്ലാം ഇതിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട ഹബീബികളെ, എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് 8 സെൻറ്റ് സ്ഥലം, 1850 1900 സ്ക്വയർ ഫീറ്റ്, 5 ബെഡ്റൂം, 2000 സ്ക്വയർ ഫീറ്റിലേക്ക് കുറച്ചേ കുറവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു 100 കമ്പി ഉണ്ടാക്കും, 1900 ഒക്കെ ഉണ്ടാവും. 5 ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂം, സൗകര്യമുള്ളത് എല്ലാം ഉണ്ട്. ഓപ്പൺ കിണർ, വെള്ളം, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരു വീട് വാങ്ങേണ്ടവർ ഇവിടെ വാങ്ങാം. പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണ് ഞാൻ, ഈ നാട്ടുകാരനെ, ഈ പഞ്ചായത്തിലുള്ളവരെ ഈ വീട് വാങ്ങും. കാരണം എന്താ അറിയോ, അവർക്ക് ഇവിടെ സ്ഥലത്തിൻ്റെ വില അറിയാം, അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം, എല്ലാം അറിയാം. പുറമുള്ള ആളുകളാകുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക്, ഈ പഞ്ചായത്തിലുള്ളവർക്ക്, ഈ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഈ 53 പാറമ്പല പള്ളി കേട്ടോ, മദ്രസ തൊട്ട് മുമ്പിൽ ഉള്ള മുതലാവുകൊണ്ട് ഇവിടുത്തെ വില എന്താണെന്നുള്ള ഒരു ഇവിടുത്തെ അറിയാം. തൊട്ട് മുമ്പിൽ തന്നെ നമുക്ക് ഓഡിറ്റോറിയം കാണാം, മദ്രസ കാണാം, കോളേജ് കാണാം, എല്ലാം ഇതിന് തൊട്ടുണ്ട്. 4 പുറം വീടുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 സെൻറ്റ് ഭൂമി റോഡിൽ പറഞ്ഞ് കിട്ടാനില്ല. അതാണ് വൈബീബികളെ. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഈ നാട്ടുകാരനെ മേടിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് A to Z വരെ നമുക്ക് കാണാം. വില എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം നെഗോഷ്യബിൾ ആക്കിയിട്ട് ഞാൻ മേടിച്ചു തരാം, യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് പോരി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, 53 വരുന്ന റോഡാണത് കേട്ടോ. ഏത് 53 അറിയങ്ങൾ? നമ്മുടെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റോഡ് 53 വരുന്ന റോഡാണ്. ഈ റോഡ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാലോട്ടുകൾ ചേരും അല്ലോ. പാലോട് പറഞ്ഞാൽ എവിടെയെന്ന് അറിയാങ്ങൾ? നാട്ടുകല്ല് പോലീസ് സ്റ്റേഷനിൽ തൊട്ടപ്പുറത്ത് ഷോപ്പ്. അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വരാം, സർക്കുലറായിട്ട് ഇങ്ങനെ കറങ്ങിയടിച്ച് വരാം. ഏത് വഴിക്ക് വന്നാലും നമുക്ക് ഈ വരയിലേക്ക് എത്തും. അത്രയും സൗകര്യമുണ്ട്. നല്ല വീതി കൂടിയ റോഡ്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഓപ്പൺ കിണറുണ്ട്, നല്ല അടിപൊളി ഗേറ്റ് ഉണ്ട്, മതിലുണ്ട് കേട്ടോ. ഇഞ്ഞിട്ട് പോരി കാർ പോർച്ച് ഉണ്ട്. കിണർ കണ്ടില്ലേ നിങ്ങൾ? കിണർ നല്ലൊരു മുതലല്ലേ. എന്താ അതിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ? നല്ല റിങ്ങൊക്കെ ഇട്ട് അല്ലേ, ആൽമറയൊക്കെ കെട്ടിയിട്ടുണ്ട്. റിങ്ങല്ല, വെട്ടുകല്ലാണ് കേട്ടോ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് കാണിച്ചു കൊടുത്തോ. വെള്ളവും പൈപ്പും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാ ഇനി ഇതെങ്ങനെ പോരെ. അപ്പോൾ നമ്മുടെ വീടിന് എന്താ വെച്ചാൽ ഒരു വീതി, സ്ഥലം ഒരു വീതി കുറവുണ്ട്. ഉള്ളതിലൊക്കെ ഫുള്ള് വീടാണെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് കൂടെ ഒക്കെ ആണെങ്കിൽ ബാക്കിലേക്ക് ഇങ്ങനെ പോകാം, അതൊന്നും കുഴപ്പമില്ല. ഫുള്ള് കട്ടയും വിരിച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് കട്ട വിരിച്ചു, ബാക്ക് വരെ കട്ട വിരിച്ചു. അതേപോലെ ഫുള്ള് വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്രാനൈറ്റ് കേട്ടോ. ആ മോൾ ഭാഗത്ത് കാണിച്ചു കൊടുക്കട്ടോ. ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ കട്ടയൊക്കെ വിരിച്ച് നല്ല അടിപൊളി വീട് കേട്ടോ. സൈഡിലൊക്കെ കട്ട വിരിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലുണ്ട്. ഇതാ ഇനി ബാക്കിൽ ഇതാ ഇങ്ങോട്ട് വരും. ബാക്കിൽ കൂടെ ഒക്കെ വീട് തന്നെ കേട്ടോ, എവിടെയും ഒഴിവില്ല. ഇവിടെ ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഈ 53 പാറമ്പല പള്ളി പറഞ്ഞ സ്ഥലത്ത്. ഞാൻ പറഞ്ഞില്ലേ, തായ്പാപ്പാൻ്റെ മക്കാമ് ഇവിടെ അടുത്താണ്. ഇതാ ഈ മതിൽ വരെ കോമ്പൗണ്ട് ആൾ വളരെ കറക്റ്റാണ്. ഇതാ പുറത്തൊരു എക്സ്ട്രാ ബാത്റൂം കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങോട്ട് കാണിച്ചു നോക്കി. ഇതാ ഇവിടെയൊക്കെ കട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ 2 തേക്ക്, ഒരു പ്ലാവൊക്കെ അത് കാണാനുണ്ട് കേട്ടോ. തേക്കല്ല, തെങ്ങ് 2 തെങ്ങ്, പ്ലാവ് ഇതൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ കിട്ടും ഇവിടെ, യാതൊരു സംശയമില്ല അല്ലേ. ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, നമ്മൾ ഓപ്പൺ കിണർ കണ്ടു, മുറ്റം കണ്ടു, ബാക്ക് സൈഡ് കണ്ടു, എല്ലാം കണ്ടു അല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാണ്ട്. ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കിക്കോളിയിട്ടില്ലേ. ഞാൻ ചിലത് ചിലപ്പോൾ പറയാൻ മറക്കുള്ളൂ. ഇതാ എന്തൊക്കെയാണ് ഇവിടെ ഇട്ടിട്ട് നോക്കി. ഫുള്ള് ഗ്രാനൈറ്റ്, സൂപ്പർ ക്വാളിറ്റി. അതേപോലെ തന്നെ നല്ല ഇതാ ഇതിൽ ഫർണിച്ചറും ഉണ്ട് കേട്ടോ. കുറച്ച് ഫർണിച്ചർ ഉൾപ്പെടെയാണ് കേട്ടോ നമ്മുടെ കച്ചവടം. ഫർണിച്ചർ ഉൾപ്പെടെ കേട്ടോ. ഇതുണ്ടെങ്കിൽ നല്ല അടിപൊളി ജനൽ, അതേപോലെ തന്നെ ഡോറ് കേട്ടോ. ആ ഡോറൊക്കെയുള്ള കാച്ചു. ഇനി നമുക്ക് ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോകാം കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഇതാ സിറ്റിംഗ് ഹാള് കണ്ടില്ലേ. അപ്പം നമുക്ക് ഇതാ ഈ ഫർണിച്ചറൊക്കെ പെടും കേട്ടോ. ഈ സെറ്റിയൊക്കെ പെടും, കാണണം ഓരോന്ന്. അതേമാതിരി നല്ല അടിപൊളി ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇവരെ കട്ടിൽ ഇവർ കൊണ്ടാവും കേട്ടോ. ബാക്കി ഒരു വിധമൊക്കെ ഉണ്ട്. ഇതാ പോരെ, ഇതല്ലേ
നല്ല ചെയർ, നല്ല ഡൈനിങ് ഹാള് കേട്ടോ. അതുപോലെ കണ്ടാൽ ചെയർ ഡൈനിങ് ടേബിൾ ഉണ്ട്, സൂപ്പറാണ്. ടേബിൾ ഇതിന് കൊടുക്കേണ്ട നല്ലൊരു സംഖ്യ. ഇതൊന്നും നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. ആ ശരിക്കും കാണിച്ചു കൊടുക്കാം. അവിടെ പൂവ് പൂവൊക്കെ കണ്ട കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാൻ നമ്മൾ കണ്ടാൽ നല്ല നല്ലത്, നല്ല നല്ല ക്വാളിറ്റിയാണ്, തേക്കിൻ്റെ ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കാണിച്ചു കൊടുത്താൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയ ബെഡ്റൂമാണ് കേട്ടോ, ചെറിയ ബെഡ്റൂമൊന്നുമല്ല കേട്ടോ. കാണിച്ചു കൊടുത്താൽ കേട്ടോ, ഫുള്ള് സെറ്റിങ്സിലല്ലേ ഇങ്ങനത്തെ വീട് കണ്ടിക്കണം നിങ്ങൾ എവിടെയും. ഇതാ ഇവിടെ കാണിച്ചു, എല്ലാം കാണിച്ചു കൊടുക്കും. നല്ല വലിപ്പമുള്ള റൂമാണ്, പന്തളിക്കാട്ടാ. അപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ട് പന്തളിക്കുക, അത്രയ്ക്ക് വലിപ്പമുള്ള റൂം അല്ലേ നിങ്ങൾ. അതുപോലെ തന്നെ AC ഉണ്ട് കേട്ടോ, മുക്കൈഫ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കച്ചവടം ചെയ്യാൻ വരുമ്പോൾ ഏതൊക്കെ ഫർണിച്ചർ ഉള്ളതെന്ന് ചോദിച്ചിട്ട് വേണം കച്ചവടം ചെയ്യാട്ടില്ലേ. കാരണം ചിലതൊക്കെ ഇവരെടുക്കും, കട്ടിലും ബെഡൊക്കെ എടുക്കും. വേറെ എന്തൊക്കെയാണ് എടുക്കുക, AC ഒക്കെ എടുക്കുമോ, AC എത്ര എടുക്കും, എത്ര ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കണം. അപ്പോൾ നമ്മുടെ കച്ചവടം ഫർണിച്ചർ ഉൾപ്പെടെയാണ്. അതിൽ ഏതൊക്കെ ഫർണിച്ചർ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താം. വലിയ റൂമാണ്, അതാണ് സൗകര്യം, പന്തളിക്കുക അല്ലെങ്കിൽ. ഇനി അടുത്തത് ഒരു ബെഡ്റൂം ഇപ്പുറത്ത് തണ്ട്, മൊത്തം 5 ബെഡ്റൂമാണ്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഇതാ ഇങ്ങോട്ട് പോരെ, രണ്ടും അറ്റാച്ചാണ് താഴത്ത് കേട്ടോ, രണ്ടും അറ്റാച്ചാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ TV ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫർണിച്ചർ ഉൾപ്പെടെ എടുത്ത് കേട്ടോ. കട്ടിൽ പെടുമില്ല എന്നൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ സംസാരിക്കണം. ചിലപ്പോൾ ഒരു കട്ടിൽ പെടാൻ സാധ്യത ഉണ്ട്, ഉള്ളത് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നിലം നോക്കിയാൽ കാണി നല്ല ഗ്രാനൈറ്റ്, എന്താ അതിൻ്റെ ഭംഗിയുണ്ടല്ലോ നിങ്ങൾ. പിന്നെ വലിയ പഴക്കമൊന്നും ഇല്ലാത്ത വീടാണ്, അല്ലാതെ നിങ്ങൾ പഴകിയ വീടൊന്നുമല്ല. ഇതാ അതേപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം ഉണ്ട് ആണോ. ഇനി എന്താ ഇതിന് മേലെ വേണ്ട കണ്ടില്ലേ നിങ്ങൾ, ഇതിൽ സാധാ ക്ലോസറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് കിച്ചൺ കാണണ്ട, ഇപ്പോൾ തന്നെ കാണാം, ഇല്ലെങ്കിൽ മറക്കുള്ളൂ. അതേമാതിരി ഇവിടെ ഒരു വാഷ് സ്പേസ് ഉണ്ട്, ഇതൊന്ന് കാണിച്ചു വാഷ് സ്പേസ് കാണിച്ചു കൊടുക്കും. ഡബിൾ സെറ്റിങ്സ് ഇവിടെയൊക്കെ സെറ്റിംഗ് ഉണ്ട്. ഇവിടെ അപ്പോൾ എന്താ വർക്കൊക്കെ വെച്ചാൽ കോടിയുടെ അടിയിൽ കൂടെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫർണിച്ചർ കാണിച്ചു കൊടുക്കണ ഉണ്ടോ, എന്താ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാ. അതേപോലെ തന്നെ ഇനി നമുക്ക് എന്താ കാണണമെന്ന് അറിയാം, കിച്ചണും കൂടി ഇപ്പം കാണാം. കിച്ചണെന്ന് കാണാം, കിച്ചൺ കാണിച്ചു കൊടുത്തോ, ഇല്ലെങ്കിൽ മറക്കുള്ളൂ. ചിലപ്പോൾ കിച്ചണില്ലാത്ത വീടാണോ ചോദിക്കും. എന്താണ് അതേപോലെ തന്നെ നമുക്കുണ്ടോ ആ കിച്ചൺ നോക്കിയാൽ നല്ല കിച്ചണല്ലേ, നല്ല കബോർഡൊക്കെ വെച്ചിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള കിച്ചൺ കണ്ടെങ്കിൽ. ഇതാ കിച്ചണിലേക്ക് നോക്കിക്കോളിട്ടാ നമ്മുടെ സ്ത്രീകൾ സഹോദരിമാർ കേട്ടാ, കിച്ചൺ സൂപ്പറാണ്. അതേപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ ഇത് കാണിച്ചു കൊടുക്കും, വർക്ക് ഏരിയ കാണിച്ചു കൊടുക്കും, ചെറുതായിട്ട് വർക്ക് ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ കബോർഡ് കാര്യങ്ങൾ. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ, ബാത്റൂമല്ല സ്റ്റോർ റൂമാണ്. ഇതാ ഇവിടെ സ്റ്റോർ റൂമുണ്ട്, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. അത് നല്ല വലിപ്പാട്ടോ, പിടിച്ചേക്കാളും വലുത്താ മടയെ കിടക്കണമെന്ന് പറഞ്ഞ കാര്യം ഉണ്ടോ. ചാക്കയൊക്കെ ഉണ്ട് അവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി മുകൾക്ക് പോവുക, അങ്ങോട്ട് പോരി, മുകളിലാണ് കാണാം മുകൾക്കണ്ട് പോലും. ഇനി ഫർണിച്ചറൊക്കെ പാടുണ്ട് പോരി. ഇങ്ങനെയാണ് മേലക്ക് വരിക. വലിയ ഹാളുണ്ട്, കമ്പി നല്ല കമ്പിയാണ്. ഇവിടെ വലിയ ഒരാളുണ്ട്. പിന്നെ ഇവിടെ 3 റൂമുണ്ട്. ഇവിടെ 3 റൂമുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഇവിടെ വലിയൊരു റൂമും ഉണ്ട്, ഒരു സിറ്റ് ഔട്ടും ഉണ്ട്. വലിയൊരു ബാൽക്കണി. ഇവിടെയും വലിയൊരു റൂമാണ്. ഇവിടെ സാധനങ്ങൾ വെക്കാൻ കൂടോളും റാക്കൊക്കെ ഉണ്ട്. വലിയൊരു റൂം, കൂടും ജനലൊക്കെ നല്ല മരം കൊണ്ട് ഇതാക്കി. ഇവിടെ ഒരു വലിയ റൂമുണ്ട്. ഇവിടെ അതേപോലെ തന്നെ സാധനങ്ങൾ വെക്കാൻ അതിനൊക്കെ വലിയ അത്യാവശ്യം ഒരു വലിയ റൂം.
ഇവിടെ ഇന്നൊരു വലിയ സ്ഥലമാണ്, വാഷിംഗ് മെഷീനും ഇതൊക്കെ ഇടാൻ പറ്റിയത്, ഡ്രസ്സൊക്കെ തോരടാ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കണ്ടു കഴിഞ്ഞു അല്ലേ? നമുക്ക് മേലെ നിന്ന് കോണിയിട്ട് കയറി കഴിഞ്ഞാൽ ആ സീറ്റ് ലൈറ്റ് കാണാം. നല്ല ലൈറ്റ് അലങ്കരിച്ചിട്ടുള്ള ഭംഗിയുള്ള നല്ല ഉണ്ടോ, നല്ല വലിയ വലിയ റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എൻ്റെ പേരെ കുട്ടികളെ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാവിയിലത്തെ കച്ചവടക്കാരനാണ്. അപ്പോൾ ഇവിടെ 3 റൂമുണ്ട്, 3 നല്ല വലിയ റൂമാണ്. അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട്. പ്രിയപ്പെട്ട ഹബീബികളെ, ഇത് തച്ചനാട്ടുകര പഞ്ചായത്തിൽ കേട്ടോ, പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ മണ്ണാർക്കാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് പോകുമ്പോൾ നമ്മുടെ പാലോട്ട് നിന്ന് ഇങ്ങനെ വരാം. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒന്ന് വരാം, 53 വരാം, പാലോട്ടുനിന്നും 53 ഒക്കെ വരാം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ 4 പുറം വീടുകൾ, പള്ളി ആണെങ്കിൽ തൊട്ട മുമ്പിൽ, മദ്രസ ആണെങ്കിൽ തൊട്ട മുമ്പിൽ, അതുപോലെ തന്നെ ഓഡിറ്റോറിയം, അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാണ്? 1900 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2000 ഒരു അല്പം കുറവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, മോൾ ഭാഗം എല്ലാ ഭാഗം കണ്ടു അല്ലേ? മോളിൽ 3 റൂമാണ്. നമ്മൾ കാണിച്ചു തന്നത് റിഷാനാണ് കാണിച്ചത് നിങ്ങൾക്ക്, നമ്മുടെ പേരക്കുട്ടിയാണ്. അപ്പോൾ അത് 3 റൂമും അത്യാവശ്യം വലിപ്പം സൗകര്യമൊക്കെയുള്ള റൂമുകൾ. അതേപോലെ താഴത്ത് 2 ബെഡ്റൂം, മൊത്തം 5 ബെഡ്റൂം, 5 ബെഡ്റൂമുണ്ട്. ഓപ്പൺ കിണറുണ്ട്, വെള്ളമുണ്ട്, 8 സെൻറ്റ് സ്ഥലമുണ്ട്, 1900 സ്ക്വയർ ഫീറ്റ്, 2000 അടുത്ത് വീടുണ്ട്. ഇത് എവിടെയെന്ന് പറയുന്നത് തച്ചനാട്ടുകര പഞ്ചായത്തിലാണ്. തച്ചനാട്ടുകര പഞ്ചായത്തിൽ. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില നിങ്ങൾ അറിയണമെങ്കിൽ, ഞാൻ അതിൻ്റെ വില പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ദയവ് വിചാരിച്ചിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ഇടുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. തച്ചനാട്ടുകര പഞ്ചായത്തിൽ പാറമ്മല പള്ളിൻ്റെ പരിസരത്ത് ഈ റോഡ് സൈഡിൽ എന്താണ് വില? ഇത് പാലോട്ടേക്ക് ഇങ്ങനെ പോണ റോഡാണ് അല്ലേ? പാലോട്ട് പോണ റോഡാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാലും 53 പോണ റോഡാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് കല്യാണ മണ്ഡപവും മദ്രസയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പള്ളിയാണെങ്കിലും സ്കൂളാണെങ്കിലും മദ്രസയാണെങ്കിലും എന്തും ഇതിൻ്റെ 4 പുറമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വില ഞാനല്ല പറയാം, നിങ്ങളാണ് പറയണത്. ഇവിടെ 1 സെൻറ്റ് ഭൂമിക്ക് എന്താ വില ഈ റോഡ് സൈഡിൽ നിന്നുള്ളത്? ഇവിടെ നിങ്ങൾ മഷി ഇട്ടിട്ട്, കറുത്ത മഷിയോ നീല മഷിയോ ഇട്ടിട്ട് നിങ്ങൾ തിരഞ്ഞു നടന്നാൽ കിട്ടൂല ഒരു 5 സെൻറ്റ് സ്ഥലം. അത്രയ്ക്ക് ഡിമാൻഡുള്ള ഏരിയയാണ്. കാരണം എന്നറിയോ, ഏത് സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ മക്കാമുണ്ട്, തായ്പാപ്പാൻ്റെ മക്കാമ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സുഹൃത്തുണ്ട്, ഉമ്മറുവായി പറയും, തൊട്ടിപ്പറമ്പ് ഉമ്മറുവായി. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് പറയുക, ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല തേങ്ങാച്ചോറ് ഇറച്ചി. കാരണം ഇവിടെ നേർച്ചയൊക്കെ നടക്കുമ്പോൾ നല്ല തേങ്ങാച്ചോറ് ഇറച്ചി, പാവക്കോണത്തി ബിരിയാങ്ങത്തേക്ക് മാറി ഇവിടെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ 53 വാറമല പള്ളിയുടെ അവിടെ ഒക്കെ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഉമ്മറുവായിലൂടെയൊക്കെ വന്ന നല്ല പിന്നെ ഇറച്ചിയും പൂളി, ബീഫ് പൂള, അതേമാതിരി തേങ്ങാച്ചോറ് ഇറച്ചി, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഈ ഭാഗത്ത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെ, ഇവിടെ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് വീടൊക്കെ വാങ്ങി സുഖസുന്ദരമായിട്ട് താമസിക്കാൻ നല്ലൊരു എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും. കാരണം ഹൈവേയിലേക്കൊക്കെ ഇവിടുന്ന് ആകെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ. 53 കൂടെ ഇങ്ങനെ പോയാലും ഹൈവേ, ഇങ്ങനെ പാലോട്ട് കൂടെ പോയാലും ഹൈവേ. അപ്പോൾ എല്ലാ സൗകര്യമുള്ളൊരു ഏരിയയിലാണ് നിങ്ങൾക്ക് 8 സെൻറ്റ് സ്ഥലവും ഈ വീടും തരാൻ പോകുന്നത്. ഇതിൻ്റെ വില ഞാൻ പറയണേ 75 ലക്ഷമേ പറയണുള്ളൂ. 75 ലക്ഷം. അതിലുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ആരോടും വിളിച്ച് ചോദിക്കുക ഈ അഡ്രസ്സിൽ. ഇന്നോർത്ത് ഇന്ന വില ഉണ്ടോ, സ്ഥലത്തിന് എന്താ വില എന്നുള്ളത്. ഒരു 5 ലക്ഷം ഉറുപ്പ്യ കുറച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എവിടെയും കിട്ടൂല സ്ഥലം, എവിടെയും കിട്ടൂല. എവിടെയെങ്കിലും നിങ്ങൾ മേടിച്ച് 5 ലക്ഷത്തിൽ കുറഞ്ഞിട്ട് ഈ റോഡ് സൈഡ് സ്ഥലം കിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ അത്രയും ഞാൻ പറയണത് ഗ്യാരണ്ടി പറയണം തരും. ഇവിടുത്തെ ഏരിയനെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ 2000 സ്ക്വയർ ഫീറ്റ് വീട് ഇതൊക്കെ പാടെ ഒരു 85 പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ മുമ്പിലോട് പറയുന്നത് 75 75 ലക്ഷം രൂപ. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിൽ നെഗോഷ്യബിൾ ചെയ്യാം. അതിൻ്റെ ഹബീബുകൾ എന്ത് ചെയ്യണം, ചാനൽ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ 500, 1000, 2000 കൊടുക്കേണ്ടില്ല. കണ്ടോർ ഷെയർ ചെയ്തോളൂ, ഒന്നും മടിച്ചിക്കണ്ട. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മഹസ്സലാമ.